പഴയകാല ഓർമ്മകളിലേക്കൊന്ന് പോയാലോ? എന്തിനാണെന്നല്ലേ നോക്കാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ച് തേങ്ങ, എന്നിട്ട് 2-3 ചെറിയ ഉള്ളിയും കുറച്ച് പുളി ആവശ്യമുള്ളവരിട്ടാൽ മതി, വേണ്ടാത്തവരാണെങ്കിൽ ഇടണ്ട. ഇതെന്തിനാണെന്നല്ല, ചമ്മന്തിയാണ്. പണ്ടൊക്കെ നമ്മൾ ചുട്ടരച്ച് ചമ്മന്തി അരക്കത്തില്ലേ, വിറകടുപ്പിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കനലിൽ തേങ്ങ ചുട്ടെടുത്തിട്ട് മുളകും തേങ്ങയൊക്കെ ചുട്ടെടുത്ത് ചമ്മന്തി അരയ്ക്കുന്ന അരകല്ലിൽ വെച്ച് അരച്ചെടുക്കുമായിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എന്നിട്ട് ആ കല്ലിൽ കുറച്ച് ചോറും കൂടെ ഇട്ടിട്ട് ഇളക്കി കഴിക്കാൻ പറയുമ്പോൾ എന്താ ടേസ്റ്റ് അല്ലേ. അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. തേങ്ങ ഒരുപാട് മൂത്ത് പോരുത്, കുറച്ച് കാരണം വെള്ള കളർന്ന് മാറി വരുന്ന സമയത്ത് അപ്പോഴും നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ആദ്യമേ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ തേങ്ങയുടെ കൂട്ടത്തിന് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇപ്പം മുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തത്, മുളക് പൊടി ഇട്ടത്. മുളക് പൊടി ആദ്യമേ ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് അത് മൂത്ത് പോരുത് കേട്ടോ. തേങ്ങ ഒരുപാട് മൂത്ത് പോയാൽ കരിയൊന്നും ചെയ്യരുത്. ഒന്ന് വാടി വന്നാൽ മതി. എന്നിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. പണ്ടത്തെ ഓർമ്മയൊക്കെ വരുമ്പോൾ ഇന്നിപ്പം വിറകടുപ്പൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇപ്പം വിറകടുപ്പില്ല. ചിലരൊക്കെ അതൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മളെ ഇപ്പോഴത്തെ ജീവിത രീതിക്ക് ഒന്ന് നോക്കിയാൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നടക്കുന്നൊരു കാര്യമല്ല ഇത്. എന്നിട്ട് ഇത്രയും മതി. ഇത് ഓഫ് ചെയ്തിട്ട് ചൂട് പോകുന്നവരെ ഇരിക്കുക. ചൂട് പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ ഒന്ന് കറക്കി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഉപ്പിട്ടില്ല എന്ന് ഓർക്കുന്നത് കേട്ടോ. പിന്നീട് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഒരു പ്ലേറ്റ് ചോറുണ്ണുന്നതിന് ഇത് മതി. ആണ് ഇപ്പോഴാണ് ഉപ്പിട്ടത്. ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. ഇതിൻ്റെ കൂടെ വേറെ കറികളോ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തിയുടെ ടേസ്റ്റ് നമുക്ക് അറിയത്തില്ല. ഇത് മാത്രം കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇതൊക്കെ പണ്ട് ഇതൊക്കെ വെച്ച് അരച്ചെടുത്തിട്ട് അത് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.